ഓക്കെ, അപ്പൊ ഇന്നലത്തെ ആ സെറ്റപ്പ് വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് ആ അപ്ഡേറ്റിൽ ഒരു എന്താ പറയണ ഓൺ ക്ലിക്കിൽ എറർ വരുത്താനാണ് കേട്ടോ നോക്കണേ. ഇപ്പൊ ഓൺ ക്ലിക്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ച് ആ ഫംഗ്ഷൻ ശരിക്കും ഹോം ആക്ടിവിറ്റിയിൽ ഇല്ല. അത് ഞങ്ങൾക്ക് ഈ ഓൺ ക്ലിക്കും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് വെക്കാം ഇതിന്റെ അപ്ഡേറ്റിന്റെ. അപ്പൊ ഈ ഫംഗ്ഷൻ വിളിക്കൂല. ഇത് മറ്റേ ഇന്റന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നല്ലോ, അത് വിളിക്കാണ്ട് ഓൺ ക്ലിക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കാൻ നോക്കാം. ആ ഫംഗ്ഷൻ ശരിക്കും എക്സിസ്റ്റ് ചെയ്യണല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എറർ ഒന്നും ഇല്ല. എന്നിട്ട് റൺ ചെയ്യുമ്പോൾ അത് എന്താ പറയണ ഈ ഒരു ബട്ടണിൽ നിൽക്കുമ്പോൾ മാത്രം അത് ക്രാഷ് ആവും. അപ്പൊ ക്രാഷ് ആകുമ്പോൾ എനിക്ക് ഈ ലോക്കാറ്റിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ എന്തിനാ ക്രാഷ് ആയെന്നുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ആപ്പ് ലോഞ്ച് ആക്കിയിട്ടുണ്ട്. ആ ഡിവൈസ് മിക്കവാറും ഇപ്പൊ വരും. അത് ലോഞ്ചായി. ലോഞ്ച് ആക്കുമ്പോൾ കണ്ട ഇവിടെ ഒരു പ്രശ്നമില്ല. കണ്ടിന്യൂ ടു അത് ആപ്പ് നിൽക്കാലും ഒരു പ്രശ്നമില്ല. ക്രിയേറ്റിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ഞങ്ങൾ അവിടെ ഒന്നും മാറ്റിയിട്ടില്ല. അതിന്റെ ഫംഗ്ഷനാലിറ്റി ഓക്കെയാണ്. ഇനി ഞങ്ങൾക്ക് ഈ അപ്ഡേറ്റ് നിൽക്കുമ്പോൾ ഈ ആപ്പ് മിക്കവാറും ക്രാഷ് ആവണം, കാരണം ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമല്ലോ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റേ ശരിക്കുള്ള അപ്ഡേറ്റ് നിൽക്കുമ്പോൾ വരുന്ന ഫംഗ്ഷൻ ഞാൻ കമന്റും ചെയ്ത് വെച്ച്. അപ്പൊ ആ ന്യൂ ആക്ടിവിറ്റി സ്റ്റാർട്ട് ആവൂല. അപ്പൊ ഇത് നെക്കി കഴിഞ്ഞാൽ കണ്ട ആപ്പ് ക്രാഷ് ആയി. അപ്പൊ ഇവിടെ ലോക്കാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വന്നില്ലെങ്കിൽ ഇവിടെ സ്ക്രോൾ ടു എൻഡ് നെക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ട അത് ഏറ്റവും അടിയിൽ പോയി നിൽക്കും. അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് പൊക്കത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റെഡ് മാർക്കിൽ ഇങ്ങനെ എറേഴ്സ് കാണിച്ചിരും. അപ്പൊ ഇതില് എഴുതിയേക്കണ കണ്ട ഇല്ലീഗൽ സ്റ്റേറ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിരും. വ്യൂ എന്ന് പറഞ്ഞ അപ്ഡേറ്റ് വ്യൂവില് ഏതാണ് കുഡ് നോട്ട് ഫൈൻഡ് മെത്തേഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ട അത് എന്താണ് ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ആ അതിനെക്കുറിച്ചുള്ള ഫുള്ള് കിട്ടും. അപ്ഡേറ്റ് ഐ ഡി എന്ന് പറഞ്ഞ ഐ ഡി അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഇതിനാണ് ആ എറർ വന്നേക്കണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഐ ഡി കണ്ടില്ലേ. അപ്പൊ അത് അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവും അത് ഏതിലാ എറർ വന്നെന്നുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതില് ഇനി അതിന് മുമ്പ് ആ അപ്ഡേറ്റിന്റെ ഓൺ ക്ലിക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ ആ എറർ വന്നുകൊണ്ടിരിക്കും. അപ്പൊ തിരിച്ച് മാറ്റി തിരിച്ച് ഹോമിൽ പോയിട്ട് അത് അൺകമന്റ് ചെയ്ത് ഇനിയിപ്പോ എററൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്നിട്ട് ഞാനിപ്പോ ഈ ഈ വീഡിയോയിൽ മറ്റേ ഡിലീറ്റും അപ്ഡേറ്റും അതിന്റെ ഫംഗ്ഷനാലിറ്റി വെക്കാം. അപ്പൊ ഡിലീറ്റും അപ്ഡേറ്റും ഏകദേശം ഈ ക്രിയേറ്റിന്റെ തന്നെ ലേഔട്ട് വെച്ചിട്ടാണ് തന്നെ. ക്രിയേറ്റിന്റെ ഇത് കണ്ട അപ്ഡേറ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് വരും. ഐറ്റം നെയിം സെയിം തന്നെ, ക്വാണ്ടിറ്റിയും വരും. കാരണം ഞങ്ങൾക്ക് ഏത് ഐറ്റമാണ് അതിന്റെ ക്വാണ്ടിറ്റി എത്ര മാറ്റണം എന്നുള്ളത് അത് വെക്കണമല്ലോ. എന്നിട്ട് ഇവിടെ ഒരു അപ്ഡേറ്റ് ബട്ടൺ. അപ്പൊ അതിന്റെ ഐഡിയും ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോസ് ചെയ്തിട്ട് അത് മൊത്തം ചെയ്തിട്ട് ഞാൻ തിരിച്ച് അപ്ലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ ആ ടൈം കുറേ ആയിട്ട് വരും. അപ്പൊ ഈ ലേഔട്ട് ഫിക്സ് ചെയ്യാനുള്ളത് ഞാൻ ഓൾറെഡി മറ്റേ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഇട്ടായിരുന്നല്ലോ ലേഔട്ട് എങ്ങനെ കറക്റ്റ് ഇവിടെ സെന്ററിൽ കൊണ്ടുവന്നിട്ട് ഹെഡിങ് ഇവിടെ വെക്കണതൊക്കെ. അപ്പൊ അത് നോക്കിയിട്ട് സെയിം രീതിയിൽ തന്നെ അപ്ഡേറ്റിന്റെയും ചെയ്യാം. അപ്ഡേറ്റും ഡിലീറ്റ് വരുമ്പോ അതില് ജസ്റ്റ് നമുക്ക് ഏതാ ഐറ്റം നെയിം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഐറ്റം നെയിം ഞങ്ങളുടെ ഡാറ്റാബേസിൽ പ്രൈമറി കീ ആയിട്ടാണല്ലോ കൊടുത്തേക്കണം. അപ്പൊ ഐറ്റം നെയിം ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്വറി എന്തായിരുന്നു ഡിലീറ്റിന്റെ എവിടെ ഡിലീറ്റ് ഐറ്റം ഇവിടെ ഐറ്റം മാത്രം വെച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്യണം. കോളം ഡിലീറ്റ് ചെയ്യാൻ ഐറ്റം വെച്ചിട്ട്, അപ്പൊ പ്രൈമറി കീ വെച്ചിട്ട് ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്യും. അപ്പൊ ഡിലീറ്റ് ചെയ്യാൻ ക്വാണ്ടിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിൽ ജസ്റ്റ് മറ്റേ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഹെഡിങ് ഉണ്ടാവും. ഇവിടെ ഐറ്റം നെയിം മാത്രം ഉണ്ടാവും. ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. അപ്പൊ ആ ഒരു UI ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിത് ഷെയർ ചെയ്യാം.